വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് മിസ്റ്റർ ഫോറക്സ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ബെസ്റ്റ് പുൾ ബാക്ക് സ്ട്രാറ്റജിയാണ്. അപ്പോൾ പലർക്കും ഒരു സംശയം വരാം, പുൾ ബാക്ക് സ്ട്രാറ്റജി, പുൾ ബാക്കിൽ എൻട്രിയോ എന്നൊക്കെ സംശയം വരാം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യം പുൾ ബാക്കിൽ എൻട്രി അല്ല, പുൾ ബാക്ക് എങ്ങനെ വാലിഡ് പുൾ ബാക്ക് കണ്ടെത്താം. വാലിഡ് പുൾ ബാക്ക് കണ്ടെത്തുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം, വാലിഡ് പുൾ ബാക്ക് കണ്ടെത്തിയാലേ നിങ്ങൾക്ക് കറക്റ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, കറക്റ്റായിട്ടുള്ള ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഡിമാൻഡ് സോൺ, ഓക്കെ, അതുപോലുള്ള പല 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 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു വാലിഡ് പുൾ ബാക്ക് എന്ന് പറയുന്ന ഒരു കാര്യം എവിടെ എങ്ങനെ ആരും ഒന്നും പറഞ്ഞിരുത്തില്ല. എന്ന് വെച്ചാൽ കറക്റ്റ് പുൾ ബാക്ക് കണ്ടെത്തിയാലേ കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു ട്രെൻഡ് അനലൈസേഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആണെങ്കിലും, അല്ലെങ്കിൽ റിവേഴ്സൽ പാറ്റേൺ ആണെങ്കിലും, അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഓർഡർ ബ്ലോക്സ് ആണെങ്കിലും, അല്ലെങ്കിൽ കറക്റ്റ് ഡിമാൻഡ് സോൺ ആണെങ്കിലും എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പം കറക്റ്റ് പുൾ ബാക്ക് കണ്ടെത്തിയില്ലെങ്കിൽ ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ട് ബാധിക്കുകയും എൻട്രികൾ സ്റ്റോപ്പ് ലോസിലോട്ട് മാറുകയും ചെയ്യും. അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാര്യം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടുള്ള കാര്യങ്ങൾ കൂടി ജസ്റ്റ് ഒന്ന് വേണ്ടുള്ള ടോപ്പിക്കുകൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളുടെ ഓരോ കമൻസും നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് അല്ലെങ്കിൽ കവർ ചെയ്യുന്ന ടോപ്പിക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹൗ ടു ഐഡൻറ്റിഫൈ വാലിഡ് പുൾ ബാക്ക് ഇൻ ദ മാർക്കറ്റ്, അതുപോലെ തന്നെ ക്യാൻഡിൽ സ്റ്റിക്ക് പുൾ ബാക്ക് ഐഡൻറ്റിഫിക്കേഷൻ, അതുപോലെ തന്നെ വേരിയസ് പുൾ ബാക്ക് ടൈപ്പ് ഇൻ ദ മാർക്കറ്റ്, അതുപോലെ തന്നെ പുൾ ബാക്ക് ട്രേഡിംഗ് സ്ട്രാറ്റജീസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കാര്യം നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാര്യം നമ്മൾ എന്താണ് പുൾ ബാക്ക് എന്നറിയണം. ഓക്കെ, അതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കറക്റ്റ് നമ്മൾ പുൾ ബാക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കണ്ടിന്യൂവേഷൻ ട്രെൻഡ്സ്, അതുപോലെ തന്നെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, അതുപോലെ തന്നെ റിവേഴ്സൽ പാറ്റേൺ, ഇതൊന്നും അപ്കമിങ് ആയിട്ട് വരുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പാളിപ്പോവും. അതായത് അങ്ങനെ പാളിപ്പോവുകയാണെങ്കിൽ എൻട്രിയും പാളിപ്പോവും. അതാണ് പലരും SMCയിലൊക്കെ എൻട്രി എടുക്കുന്നവർക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള കാരണങ്ങൾ. അപ്പോൾ നമുക്ക് എന്താണ് പുൾ ബാക്ക് എന്ന് നോക്കാം. ഫസ്റ്റ് ബേസിക് തൊട്ട് മൂവ് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു അപ് ട്രെൻഡാണ്, ഒരു ലോ തന്നിട്ടുണ്ട്, ഒരു ഹൈ തന്നിട്ടുണ്ട്, ഹയർ ലോ തന്നിട്ടുണ്ട്, ഹയർ ഹൈ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിനിടയിൽ ഈ പുൾ ബാക്ക് ഈസ് എ ടെമ്പററി റിവേഴ്സൽ ഓർ പോസ് ഇൻ ദ പ്രൈസ് ആക്ഷൻ എഗെയിൻസ്റ്റ് ദ പ്രിവെയിലിംഗ് ട്രെൻഡ്. അതായത് മാർക്കറ്റ് അപ് ട്രെൻഡിൽ പോകുന്ന ഈ മാർക്കറ്റ് ഒന്ന് ടെമ്പററി ആയിട്ട് തിരിച്ച് ഡൗൺ സൈഡിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അത് എന്താണ്, ഒരു പുൾ ബാക്കാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ കറക്റ്റായിട്ട് കാണാം, ഇതൊരു പുൾ ബാക്കാണ്, ഇവിടെ ഒരു പുൾ ബാക്കാണ്. ഇനി ഡൗൺ സൈഡിലോട്ട് വരുന്ന മാർക്കറ്റ് ആണെങ്കിൽ ഒരു ടെമ്പററി ആയിട്ടൊന്ന് അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്യും, ദെൻ താഴോട്ട് വരും, ദെൻ പിന്നെയും ടെമ്പററി ആയിട്ടൊന്ന് അപ്പ് സൈഡിലോട്ട് മൂവ് ചെയ്യും. അപ്പം ഈ ഒരു കാര്യങ്ങളാണ് എന്തെന്ന് വെച്ചാൽ പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ പുൾ ബാക്ക് എന്താണ് എന്ന് നിങ്ങൾ ക്ലിയറായി മനസ്സിലായി കാണും. നമുക്കിനി നെക്സ്റ്റ് നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ഒരു പുൾ ബാക്ക് വെച്ചിട്ട്, ഓക്കെ, ഒരു പുൾ ബാക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ പറയാം ഇതൊരു ഇമ്പൾസീവ് മൂവ്മെൻ്റ് ആണ്, ദെൻ ഇതൊരു കറക്ഷൻ, ദെൻ കണ്ടിന്യൂവേഷൻ. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പുൾ ബാക്ക് കറക്റ്റ് അല്ലെങ്കിൽ അഥവാ വാലിഡ് അല്ലെങ്കിൽ ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കറക്റ്റ് ആവുമോ? കറക്റ്റ് ആവത്തില്ല. ദെൻ ഇവിടെ ഒരു ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ടാവും, അത് കറക്റ്റ് ആവുമോ? അത് കറക്റ്റ് ആവത്തില്ല. അങ്ങനെ ആ രീതി നോക്കുമ്പോൾ പുൾ ബാക്കിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് എങ്ങനെ കറക്റ്റായിട്ടൊരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ആക്കാവും എന്നും, അതുപോലെ തന്നെ ഡിമാൻഡ് സോണിൽ എങ്ങനെ കറക്റ്റായിട്ട് എൻട്രി എടുക്കാമെന്നുള്ള കാര്യം നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ നോക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു പുൾ ബാക്ക് കറക്റ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു ഡിമാൻഡ് സോണിൽ എൻട്രി വരുന്നതും, അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു എൻട്രി പുഷ് ചെയ്യാൻ പറ്റുന്നതും. അപ്പം നമ്മൾ SMC എന്നുള്ള രീതിയിലോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് വേണം, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സും കാര്യങ്ങളും അല്ലെങ്കിൽ സ്മാർട്ട് മണി വർക്ക് ആയിരിക്കണം. ഓക്കെ, ഒരു അഡ്വാൻസ് ലെവൽ SMC എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും. ഇനി നെക്സ്റ്റ് കാര്യം നമുക്ക് കാര്യത്തിലോട്ട് വരാം. നമ്മളിവിടെ നോക്കുമ്പോൾ ഒരു അഗ്രസീവായിട്ടുള്ളൊരു അപ് ട്രെൻഡ് കാണാൻ പറ്റും. ഈ ഒരു അപ് ട്രെൻഡിൽ 3 ക്യാൻഡിൽസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ഡൗൺ ട്രെൻഡിൽ നിങ്ങൾക്ക് 3 ക്യാൻഡിൽസ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ ഒരു ക്യാൻഡിൽസിൽ ഇവിടെ നോക്കുവാണെങ്കിൽ ഓരോ ക്യാൻഡിൽസിൻ്റെ ഹാഫിന് മുകളിലായിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽസ് ഫോം ആയിട്ടുണ്ട്.
ദെൻ ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹാഫിന് മുകളിലായിട്ട് നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ ഇവിടെയും ഫോം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൗൺ സൈഡിലും ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹാഫിൻ്റെ താഴെയായിട്ട് നെക്സ്റ്റ് ക്യാൻഡിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ദെൻ ഈ ഒരു ക്യാൻഡിലിന് ഹാഫിന് താഴെയായിട്ട് നെക്സ്റ്റ് ഒരു ക്യാൻഡിലും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ആയാൽ ഇവിടെ എങ്ങനെ ഒരു പുൾ ബാക്ക് നടക്കും, എങ്ങനെയാണ് ഒരു പുൾ ബാക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ച് നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ലാസ്റ്റ് ക്രിയേറ്റ് ആയിരിക്കുന്ന ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഒരു ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ ഒരു ബ്രേക്ക് ചെയ്തതുകൊണ്ട് നമുക്കിവിടെ ഒരു പുൾ ബാക്ക് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ വേണം. ഇവിടെ അഥവാ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ലെങ്കിലോ ഇതൊരു പുൾ ബാക്ക് അല്ല. ഇനി ഡൗൺ സൈഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലോ ഈ ലാസ്റ്റ് മാർക്കറ്റ് ഇവിടെ ഒരു ക്യാൻഡിൽ ക്രിയേറ്റ് ആയിരിക്കുന്നതാണ്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഒരു ഹൈയെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ അതൊരു പുൾ ബാക്ക് അല്ല. ഇത് ക്യാൻഡിൽ സ്റ്റിക്ക് കൊണ്ടുള്ള ഒരു പുൾ ബാക്ക് വാലിഡ് ആണോ അല്ലയോ എന്ന് നോക്കുന്നൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് അപ്പ് സൈഡിലോട്ട് വരുമ്പോൾ മാർക്കറ്റ് ഈ ലാസ്റ്റ് ക്രിയേറ്റ് ആയിട്ടുള്ള ഈ ഒരു സ്ട്രോങ് ക്യാൻഡലിൻ്റെ മാർക്കറ്റ് കാര്യം ഇതൊരു സ്ട്രോങ് മൊമെൻറ്റോ ആണ്. ഇവിടെയും ഒരു സ്ട്രോങ് മൊമെൻറ്റോ ആണ്. അപ്പോൾ ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ഈ ക്യാൻഡലിൻ്റെ ലോയെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തിരിക്കണം. അത് വിക്കാണെങ്കിലും കുഴപ്പമില്ല. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ക്യാൻഡലിൻ്റെ കളറിന് പ്രാധാന്യം ഇല്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ഈ ഒരു ഹൈയെ ബ്രേക്ക് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യം, ഇവിടെ ക്യാൻഡിലിൻ്റെ കളറിന് പ്രാധാന്യം ഇല്ല. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് കൊണ്ട് വാലിഡ് പുൾ ബാക്ക് കണ്ടെത്താൻ പറ്റും. ഇനി നെക്സ്റ്റ് കാര്യം, ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതാണ് ഒരു പുൾ ബാക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു ബിഗിനർ ട്രേഡർ ആണെങ്കിൽ എങ്ങനെ ഇവിടെ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, മാർക്കറ്റ് ഇവിടുന്ന് ലോ ഹൈ ലോ ഹൈ ഈ രീതിയിൽ മാർക്കറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്ത് കളയും. അതായത് ട്രെൻഡ് അനലൈസ് ചെയ്ത് കളയും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ട കാര്യം, ഇവിടെ മാർക്കറ്റ് ഇവിടെ ഒരു ലോ ഇല്ല. അത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയോ ഹൈയോ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ ഇതൊരു കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ ഒരു ഇമ്പൾസീവ് മൂവ്മെൻ്റ് ആണ്. സോ ഇതൊരു വാലിഡ് പുൾ ബാക്ക് അല്ല, ഇവിടെ ഒരു പുൾ ബാക്ക് ഇല്ല. ഓക്കെ, സോ ഇതൊരു ഇതൊരു ഇമ്പൾസീവ് മൂവ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയും സ്ട്രോങ് ആയിട്ട് ക്യാൻഡിൽസ് മൂവ് ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ ഇവിടെ ഒരു വാലിഡ് പുൾ ബാക്ക് അല്ല. ഓക്കെ, അതായത് മാർക്കറ്റ് ഇവിടെ ലോ തന്നു ഹൈ തന്നു. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ നിന്നാൽ നിങ്ങൾക്ക് പണി പാളും. ഓക്കെ, അതായത് മാർക്കറ്റ് ഇവിടുന്ന് ലോ ദെൻ അടുത്ത ഹൈ ഈ ഒരു റേഞ്ചിലാണ്. ഇവിടുന്ന് മാർക്കറ്റ് താഴോട്ട് വാലിഡ് പുൾ ബാക്ക് തന്നാൽ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു വാലിഡ് പുൾ ബാക്ക് കണ്ടെത്താൻ കഴിയില്ല. ഇതൊരു ഒറ്റ മൂവ്മെൻ്റ് ആണ്, ഒറ്റ ഇമ്പൾസീവ് മൂവ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇവിടെയും ഇവിടെ ഒരു വാലിഡ് പുൾ ബാക്ക് ഇല്ല. ഇപ്പം ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ലാസ്റ്റ് ഉണ്ടായിരിക്കുന്ന ഈ ഒരു ക്യാൻഡിലിനെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു പുൾ ബാക്ക് ആണ്. സോ അതുകൊണ്ട് ഇവിടെ നമുക്ക് ലോ പറയാം, ഇവിടെ ഹൈ പറയാം, നെക്സ്റ്റ് ഇവിടെ ലോ പറയാം, ഇവിടെ ഹൈ പറയാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ക്യാൻഡിൽ സ്റ്റിക്ക് കൊണ്ട് പുൾ ബാക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക. അല്ലെങ്കിൽ നെക്സ്റ്റ് മുന്നോട്ടുള്ള ഒരു ട്രെൻഡ് ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കാര്യങ്ങൾ ഇതെല്ലാം പാളിപ്പോവും. ഓക്കെ, ഇതൊക്കെ ഒരു ഹയർ ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ നോക്കിയിട്ട് ദെൻ ഒരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് എൻട്രി എടുക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ നോക്കുക. ഓക്കെ, അതായത് ഈ രീതിയിൽ തന്നെ ക്യാൻഡിൽ സ്റ്റിക്ക് കൊണ്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കും, ഒരു പുൾ ബാക്ക് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഓക്കെ, ഈ രീതിയിൽ തന്നെ പുൾ ബാക്ക് കണ്ടെത്തുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്കൊരു ചാർട്ടിലോട്ട് വരുവാണെങ്കിൽ ഇതൊരു യൂറോ USDയുടെ 1 hour ചാർട്ടാണ്. ഓക്കെ, ഈ ഒരു 1 hour ചാർട്ടിൽ നമുക്ക് എങ്ങനെ വാലിഡ് പുൾ ബാക്ക് കണ്ടെത്താൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കുക, മാർക്കറ്റ് എന്ത് തന്നു, ഒരു ലോ തന്നു. ദെൻ മാർക്കറ്റ് ഇവിടെ ഹൈ തന്നിട്ടുണ്ടോ, മാർക്കറ്റ് ഇവിടെ ഹൈ തന്നിട്ടില്ല. ഓക്കെ, പല ബിഗിനേഴ്സ് ട്രേഡേഴ്സ് ആണെങ്കിൽ ഇപ്പം പലയിടത്ത് SMC ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ തന്നെയും ഈ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്ത് കളയും. എങ്ങനെ, മാർക്കറ്റ് ലോ തന്നു, ദെൻ ഇവിടെ ഹൈ തന്നു, ദെൻ ലോ തന്നു, ഇവിടെ വാലിഡ് പുൾ ബാക്ക് ആണോ, ഇവിടെ ഒരിക്കലും വാലിഡ് പുൾ ബാക്ക് അല്ല, ഇവിടെ ഒരു ഹൈ ഇല്ല. ഓക്കെ, ഇവിടെ ഒരു ലോവർ ഹൈ ഇല്ല. ഓക്കെ, അപ്പോൾ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ കറക്റ്റ് പുൾ ബാക്ക് നമ്മൾ അറിഞ്ഞിരിക്കണം, അത് നിർബന്ധമാണ്. അല്ലാണ്ട് ഇവിടെ ലോ തന്നു, മാർക്കറ്റ് ഇവിടെ ഹൈ തന്നു, ദെൻ ലോവർ ലോ തന്നു, ദേവനായി അങ്ങനല്ല. ഓക്കെ, നെക്സ്റ്റ് കാര്യം, അപ്പോൾ ഇവിടെ എന്ത് നമുക്ക് മനസ്സിലായി, ഇവിടെ ഒരു വാലിഡ് പുൾ ബാക്ക് അല്ല. ഇനി നമ്മൾ നോക്കുക, ഇതൊരു വാലിഡ് പുൾ ബാക്ക് അല്ല എന്ന് മനസ്സിലായി. ദെൻ മാർക്കറ്റ്
ഇവിടുന്ന് ഒരു ഒറ്റ മൂവ്മെൻറ്റ്, ഞാൻ പറഞ്ഞ പോലെ ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റ് മാർക്കറ്റ് താഴോട്ട് തന്നു, ദെൻ മാർക്കറ്റ് മുകളിലോട്ട് കയറി. എന്തുകൊണ്ട് നമ്മളിവിടെ കയറി എന്ന് പറയുന്നത്, മാർക്കറ്റ് ഈ ലാസ്റ്റ് ഉണ്ടായ ഈ ഒരു ക്യാൻഡിലിനെ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു. ഓക്കെ, മാർക്കറ്റ് ബ്രേക്ക് ചെയ്തുകൊണ്ട്, അതായത് ഇമ്പൾസീവ് മൂവ്മെൻറ്റിലുള്ള, അതായത് ഈ ഒരു ക്യാൻഡിലിന് തൊട്ട് താഴെയായിട്ട് ക്രിയേറ്റ് ചെയ്തു. എന്താണ് ഈ ഒരു ക്യാൻഡിലിന് തൊട്ട് താഴെയായിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ക്യാൻഡിലിനെ, അതുകൊണ്ടാണ് ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു ക്യാൻഡിലിനെ മുകളിലോട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവിടെ വാലിഡ് പുൾ ബാക്ക് അല്ല. എന്തുകൊണ്ട്, ഈ ഒരു ക്യാൻഡിലിന് തൊട്ട് താഴെ ഈ ക്യാൻഡിൽ ക്രിയേറ്റ് ആയി, ഈ ക്യാൻഡിലിന് താഴെ ഇരിക്കുവാണ് ഈ ക്യാൻഡിൽ. സോ ഈ ക്യാൻഡിലിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതൊരു വാലിഡ് പുൾ ബാക്ക് ആണ്. മാർക്കറ്റ് മുകളിലോട്ട് പോയി ദെൻ താഴോട്ട് വന്നു. ഓക്കെ, ദെൻ ഈ ഒരു ക്യാൻഡിൽ ഈ ക്യാൻഡിലിന് താഴെ ഇരിക്കുവാണ്. സോ ഈ ഒരു ക്യാൻഡിലിൻ്റെ മാർക്കറ്റ് മുകളിലോട്ട് ബ്രേക്ക് ചെയ്തു. നമുക്കിവിടെ എന്ത് പറയാം, ഒരു വാലിഡ് പുൾ ബാക്കാന്ന് പറയാം. സോ ഇവിടെ ലോവർ ലോ, ഇവിടെ ലോവർ ഹൈ, ദെൻ മാർക്കറ്റ് താഴോട്ട് വന്നു, ഇത് ലോവർ ലോ ആണ്. ദെൻ മാർക്കറ്റ് ഈ ഒരു ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്തതുകൊണ്ട് നമുക്കിവിടെ ഒരു ലോവർ ഹൈ പറയാം. ദെൻ മാർക്കറ്റ് താഴോട്ട് ഇറങ്ങി വന്നു. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴാണെങ്കിൽ ദെൻ മാർക്കറ്റ് ഇവിടെ വന്നു, ലോവർ ലോ തന്നു. നെക്സ്റ്റ് ഈ ഒരു ക്യാൻഡിലിന് തൊട്ട് താഴെ ഈ ഒരു ക്യാൻഡിൽ നിന്നതുകൊണ്ടും ഇവിടെ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നതുകൊണ്ടും ഈ ഒരു ക്യാൻഡിലിനെ മാർക്കറ്റ് മുകളിലോട്ട് ബ്രേക്ക് ചെയ്തത് കൊണ്ടും ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഒരു വാലിഡ് പുൾ ബാക്ക് ആണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്താൽ, ഇനി ഞാൻ മുന്നോട്ട് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എൻട്രി മെത്തേഡ്സ് അത്രയും ക്ലിയർ ആവും. നെക്സ്റ്റ് പുൾ ബാക്ക് ടൈപ്പ്. ഈ പുൾ ബാക്ക് ടൈപ്സിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എന്താണെന്ന്. ഓക്കെ, SMC പഠിച്ചവരാണെങ്കിൽ ഇവിടെ നോക്കുവാണെങ്കിൽ പുൾ ബാക്ക് ടൈപ്പ് അഗ്രസീവ് ഉണ്ട്, കറക്റ്റീവ് ഉണ്ട്, സ്വീപ്പിംഗ് ഉണ്ട്. അപ്പം ഓരോന്നായിട്ട് നോക്കാം. പുൾ ബാക്ക് ടൈപ്സ്, ഇത് എങ്ങനെയുള്ള പുൾ ബാക്ക് ടൈപ്സ് ആണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അഗ്രസീവ്. ആൻ അഗ്രസീവ് പുൾ ബാക്ക് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ റാപ്പിഡ് ആൻഡ് ഷാർപ്പ് റിട്രേസ്മെൻറ്റ് അഗെയിൻസ്റ്റ് ദ പ്രിവെയിലിംഗ് ട്രെൻഡ്. അതായത് എന്താണ് ഒരു അഗ്രസീവ് പുൾ ബാക്ക് എന്ന് ചോദിച്ചാൽ, മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഒരു അപ്സൈഡിലോട്ടാണ്, മാർക്കറ്റ് അഗ്രസീവായിട്ട് അപ്സൈഡിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അപ്സൈഡിലോട്ട് മാർക്കറ്റ് അഗ്രസീവായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത്രയും അഗ്രസീവായിട്ട് തന്നെ മാർക്കറ്റ് തിരിച്ച് താഴോട്ട് ഇറങ്ങി വരിക. അതായത് കാര്യം എന്താണെന്ന് ക്ലിയർ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ എന്ത് കാണാൻ പറ്റും, മാർക്കറ്റ് മുകളിലോട്ട് പോയി, ഈ ഒരു ക്യാൻഡലിനൊക്കെ മുകളിലായിട്ട് ഇന്ന് ഈ ഒരു ക്യാൻഡലിനെ മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് പുൾ ബാക്ക് ആണെന്ന് പറയാൻ പറ്റും. ദെൻ മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോയി. അപ്പം ഇതെന്താണ്, ഒരു കണ്ടിന്യൂവേഷനാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ കാര്യം അഗ്രസീവ് പുൾ ബാക്കിൻ്റെ ഒരു കറക്റ്റ് കാര്യം പറഞ്ഞുതരാം. മാർക്കറ്റ് മുകളിലോട്ട് പോയി, നമുക്ക് എന്താ പറയുക, ഇവിടെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്. എന്തുകൊണ്ട്, ഈ ഒരു ക്യാൻഡലിനെ മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ചെയ്ത് കറക്റ്റ് മൂവ്മെൻറ്റ്, അതായത് ഒരു പുൾ ബാക്ക് തന്നു, അതും വാലിഡ് പുൾ ബാക്ക് തന്നത് കൊണ്ട് ദെൻ നെക്സ്റ്റ് മാർക്കറ്റ് അഗ്രസീവായിട്ട് മുകളിലോട്ട് പോയി ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വാലിഡ് പുൾ ബാക്ക് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. അങ്ങനെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി, ഇവിടെ ഫെയർ വാല്യൂ ഗ്യാപ്സ് ഉണ്ട്, ഇവിടെ സ്മാർട്ട് മണി വർക്കായിട്ടുണ്ട്. ഒരു അഡ്വാൻസ് SMC എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമുക്കിവിടെ എന്താണ്, ഒരു ഡിമാൻഡ് സോൺ അഥവാ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിങ്ങൾ എൻട്രി എടുക്കരുത്. അതായത് നമ്മളിനി നോക്കുന്നത് എന്താണ് അഗ്രസീവ് പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ, മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് പോയി, ദെൻ മാർക്കറ്റ് അതേ സ്പീഡിൽ, അതായത് ഈ ഒരു അഗ്രസീവ് മൊമെൻറ്റ്, ഈ ഒരു മൊമെൻറ്റും ഇല്ലേ, അതേ മൊമെൻറ്റിൽ നല്ല സ്പീഡിലാണ് മാർക്കറ്റ് താഴോട്ടിറങ്ങി വന്ന് ഈ ഒരു ഡിമാൻഡ് സോണിൽ ടാപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ എൻട്രി ഇല്ല. വി വുഡ് നോട്ട് കൺസിഡർ എൻട്രി ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, അതാണ് പലരും SMC എടുത്ത് പാളിപ്പോകുന്നത്. അതായത് ഈ ഒരു മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഒരു പുൾ ബാക്ക് മാർക്കറ്റിൽ ഇത്രയും സ്ട്രോങ് സ്പീഡിൽ ഇറങ്ങി വരുവാണെങ്കിൽ നമ്മൾ വോണ്ട് കൺസിഡർ എൻട്രിങ് ദ മാർക്കറ്റ്. ഓക്കെ, അപ്പം അതായത് ഈ ഒരു ഡിമാൻഡ് സോണിൽ മാർക്കറ്റ് അത്രയും അഗ്രസീവായിട്ട് ഇറങ്ങി വരുവാണെങ്കിൽ നമുക്കവിടെ എൻട്രി ഇല്ല. അതാണ് അഗ്രസീവ് പുൾ ബാക്ക്. ഇനി എന്താണ് നമുക്ക് കറക്റ്റീവ് പുൾ ബാക്ക് എന്ന് നോക്കാം. ഓക്കെ, എന്താണ് കറക്റ്റീവ് പുൾ ബാക്ക്? The corrective pullback is a more gradual retracement that typically consists of multiple smaller candles. അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്മാലർ ക്യാൻഡിൽസ് കൊണ്ട് വളരെ സ്ലോ ആയിട്ട് പുൾ ബാക്ക് തരിക, അല്ലെങ്കിൽ സ്ലോ ആയിട്ട് വന്ന് ആ ഒരു ഡിമാൻഡ് സോണിൽ മിതിഗേറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഒരു കറക്ഷൻ മൂവ്മെൻറ്റ്, അതായത് ഒരു പുൾ ബാക്ക് കിട്ടി, ഒരു വാലിഡ് പുൾ ബാക്ക് കിട്ടിയത് കൊണ്ട്. ഓക്കെ, എന്താണ് ഒരു വാലിഡ് പുൾ ബാക്ക് കിട്ടിയത് കൊണ്ടും ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്സും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും തന്നത് കൊണ്ടും നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം, ഇവിടെ ഒരു ഡിമാൻഡ് സോൺ അല്ലെങ്കിൽ ഒരു ഓർഡർ ബ്ലോക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ദെൻ മാർക്കറ്റ് സ്ലോ ആയിട്ട് ഒരു ലോവർ ലോ ലോവർ ഹൈ ഒക്കെ സ്ലോ ആയിട്ട് വന്ന് ഈ ഡിമാൻഡ് സോണിൽ വന്ന് ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാം.
ഇതൊരു ഹയർ ടൈം ഫ്രെയിമിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്ന് ഈ ഒരു റേഞ്ച് വരെ നമുക്ക് ടേക്ക് പ്രോഫിറ്റ് വെക്കാം. നമ്മൾ ഇത് എങ്ങനെ എടുക്കണം? ഇതൊരു നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലോട്ട് കൺവേർട്ട് ചെയ്ത് ഒരു ലോവർ ടൈം ഫ്രെയിമിലോട്ട് മാറ്റുമ്പോൾ ഈ ഒരു ഓർഡർ ബ്ലോക്കില്ലേ, ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം, അതായത് ലോവർ ലോ ലോവർ ഹൈ ഒക്കെ തന്ന് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദെൻ അതായത് ലോവർ ടൈം ഫ്രെയിമിലോട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു രീതിയിൽ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഡിമാൻഡ് സോണിൽ ഒരു 1 അവറിൽ ഡിമാൻഡ് സോണാണെന്ന് വിചാരിക്കുക, നമ്മളൊരു 5 മിനിറ്റ്സിലോട്ട് അല്ലെങ്കിൽ 50 മിനിറ്റ്സിലോട്ട് കൺവേർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ ലോവർ ലോ തന്നു, മാർക്കറ്റ് ഈ ഡിമാൻഡ് സോണിൽ നിൽക്കുവാണ്. ദെൻ മാർക്കറ്റ് ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തരിക. അങ്ങനെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ തരുവാണെങ്കിൽ നമ്മളിവിടെ ഒരു ഓർഡർ ബ്ലോക്ക് വെക്കും. എന്തിനാണ്? ഒരു റിവേഴ്സൽ, ട്രെൻഡ് റിവേഴ്സൽ കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു എൻട്രി കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് വെക്കും? ഒരു ഓർഡർ ബ്ലോക്ക് വെക്കും. ഒരു ബൈ ലിമിറ്റ് ഓർഡർ ഇവിടെ വെക്കാം. നിങ്ങൾക്ക് ടാർജറ്റായിട്ട് നെക്സ്റ്റ് ഒരു ലിക്വിഡിറ്റി ലെവൽ നമുക്ക് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് കറക്റ്റ് പുൾ ബാക്കിൽ എൻട്രി പുഷ് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് എന്താണ്? സ്വീപ്പിംഗ് പുൾ ബാക്ക്. Price generates liquidity pools that waiting to be swept near of our point of interest by forming a static liquidity zone like equal high or equal lows or trend line. Okay, the market requires liquidity for momentum. If the price does not sweep liquidity before a key level, it often uses a zone as liquidity to fuel its momentum. അതായത് സംഭവം എന്താണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. സ്വീപ്പിംഗ് പുൾ ബാക്ക്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു പുൾ ബാക്ക് കിട്ടി. ഈ ഒരു കാര്യം ക്ലിയർ ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ മൊത്തത്തിൽ പാളി തിരിഞ്ഞു പോകും. അതായത് ഇവിടെ നമുക്ക് ഒരു പുൾ ബാക്ക് കിട്ടി, സോ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, മാർക്കറ്റ് ഇവിടെ ഒരു അഗ്രസീവ് മൊമെൻറ്റം തന്നു, ഫെയർ വാല്യൂ ഗ്യാപ്സ് ഒക്കെ തന്നു. സോ നമ്മളിവിടെ ഒരു ഡിമാൻഡ് സോൺ ഹയർ ടൈം ഫ്രെയിമിൽ ക്രിയേറ്റ് ആക്കി. ദെൻ നമ്മളുടെ പുൾ ബാക്ക്, ഈ ഒരു സ്വീപ്പിംഗ് പുൾ ബാക്ക് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഇറങ്ങി താഴോട്ട് വരിക. താഴോട്ട് വന്നതിന് ശേഷം മാർക്കറ്റ് ഒരു ഈക്വൽ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. എന്താണ്? ഒരു ഈക്വൽ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. സോ പെൻഡിങ് ഓർഡേഴ്സ് ഉണ്ട് താഴെ. ദെൻ മാർക്കറ്റ് ആ ഒരു ലിക്വിഡിറ്റിയൊക്കെ സ്വീപ്പ് ചെയ്ത് ഡിമാൻഡ് സോണിൽ വന്ന് ടാപ്പ് ചെയ്യുന്നു, മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു. ഇതാണ് സ്വീപ്പിംഗ് പുൾ ബാക്ക്. അതായത് ഞാൻ ഇപ്പോൾ അഗ്രസീവ് പുൾ ബാക്ക് പറഞ്ഞു, അതുപോലെ തന്നെ കറക്റ്റീവ് പുൾ ബാക്ക് പറഞ്ഞു, അതുപോലെ തന്നെ സ്വീപ്പിംഗ് പുൾ ബാക്ക് പറഞ്ഞു. അഗ്രസീവ് പുൾ ബാക്കിൽ നമ്മൾ എൻട്രി എടുക്കാറില്ല, ബട്ട് സ്വീപ്പിംഗ് പുൾ ബാക്ക് അതുപോലെ തന്നെ കറക്റ്റീവ് പുൾ ബാക്ക്, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വിൻ റേറ്റ് കൂടിയ പുൾ ബാക്കാണ് സ്വീപ്പിംഗ് പുൾ ബാക്ക്. ഓക്കെ, സ്വീപ്പിംഗ് പുൾ ബാക്കിൽ എൻട്രി എടുത്താൽ അത്രത്തോളം വിൻ റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പുൾ ബാക്കുകൾ യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ്, എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ എൻട്രിയുടെ വിൻ റേറ്റ് കൂട്ടാൻ. പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ട് സ്റ്റോപ്പ് ലോസ് അടിച്ചു, ഇതുകൊണ്ടൊക്കെയാണ് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത്. ഓക്കെ, കറക്റ്റ് പുൾ ബാക്ക് എന്താണെന്ന് അറിയത്തില്ല, പുൾ ബാക്ക് എന്താണെന്ന് അറിയത്തില്ലെങ്കിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടത്തില്ല, കറക്റ്റ് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല, കറക്റ്റ് ഓർഡർ ബ്ലോക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊന്നും കറക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനും ഓർഡർ ബ്ലോക്ക് വെച്ച് ഈ ഒരു സ്റ്റോപ്പ് ലോസ് അടിക്കുന്നത്? അപ്പം ഇതെല്ലാം അറിയുവാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എൻട്രി കിട്ടും, കറക്റ്റായിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കും. സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള റീസൺസ് ഇതുപോലുള്ള ഈ ഒരു ചെറിയ ചെറിയ കാരണങ്ങളാണ്. അതുകൊണ്ട് കറക്റ്റ് പുൾ ബാക്ക് അറിയുക, കറക്റ്റ് എൻട്രി മോഡൽ അറിയുക, ആ രീതിയിൽ എൻട്രി എടുക്കാൻ പഠിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ ഇത്രയും ടോപ്പിക്ക്, അതായത് ക്യാൻഡിൽ സ്റ്റിക്ക് കൊണ്ട് എങ്ങനെ നമുക്ക് കറക്റ്റ് പുൾ ബാക്ക് അറിയാൻ പറ്റും, ചാർട്ടിൽ ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം. ഓക്കെ, ദെൻ നമ്മൾ എന്തൊക്കെ ബാക്കിയുള്ള കുറച്ചധികം കാര്യങ്ങൾ, എന്താണ് ഈ ക്യാൻഡിൽ സ്റ്റിക്ക് കൊണ്ടും അതുപോലെ തന്നെ ഒരു ഡിമാൻഡ് സോണിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വരുവാണെങ്കിൽ അവിടുത്തെ ഒരു പുൾ ബാക്ക് അല്ലെങ്കിൽ ഒരു മിറ്റിഗേഷൻ എന്ന് തന്നെ പറയാം, അതൊരു പുൾ ബാക്ക് തന്നെയാണ്. ഈ ഇത്രയും കാര്യങ്ങൾ എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് മാർക്കറ്റിൽ നമുക്ക് വെക്കാം, മാർക്കറ്റിൽ എങ്ങനെ യൂസ് ചെയ്യാം, ഇതുപോലെ എൻട്രി എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ വിൻ റേറ്റ് കൂടുതലായിരിക്കും. ഇതിന് പുറമേ നിങ്ങൾക്ക് പല 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 കൺസെപ്റ്റുകളും യൂസ് ചെയ്യാം, പല ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത്രയധികം കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു വിൻ റേറ്റ് കൂടും. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ SMC പഠിച്ചു, ഞാൻ ഡിമാൻഡ് സോൺ വെച്ചു, ഡിമാൻഡ് സോണിൽ അതാണ് എൻ്റെ കൺസെപ്റ്റ്, അങ്ങനെ നമ്മൾ അത് മാത്രം യൂസ് ചെയ്യാതെ പല പല കാര്യങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത്രയും കോൺഫിഡൻസ് കിട്ടും, അത്രത്തോളം നമ്മൾ മാർക്കറ്റിലിരിക്കും, നമ്മളെ പ്രോഫിറ്റിന് വേണ്ടി അത്രയും വെയിറ്റ് ചെയ്യും, നമ്മളുടെ ആ ഒരു ഇമോഷൻ അത്രയും സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എൻട്രി എടുക്കാം. അപ്പം ഇന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ആ ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ
ക്ലാസ്സുകൾ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, അത് നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പം ക്ലാസ്സുകൾ യൂസ്ഫുള്ളാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു.